എപ്പിസോഡ് തുടങ്ങുന്നത് കോടതിയിലെ സീൻ കാണിച്ചുകൊണ്ടാണ്. ദാമിയുടെയും മിസ്റ്റർ ബങ്ങിൻ്റെയും കൊലപാതകത്തിൻ്റെ കേസിൽ മിസ്റ്റർ ലീയുടെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മിസ്റ്റർ ലീക്ക് വധശിക്ഷ വിധിക്കുകയാണ് ജഡ്ജി. അദ്ദേഹം അവിടെ ഒരുപാട് കിടന്ന് കരഞ്ഞ് പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത സീനിൽ ജയിലിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. എല്ലാ ദിവസവും അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങാനായിട്ട് മിസ്റ്റർ ലീ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗാർഡ്സൊക്കെ മിസ്റ്റർ ലീയെ കൊണ്ട് മടുത്തിരിക്കുകയായിരുന്നു. ഒരു ദിവസം മറ്റുള്ള പ്രിസണേഴ്സ് അദ്ദേഹത്തെ കൊണ്ട് കങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുകയാണ്. കങ്ങാണെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് മിസ്റ്റർ ലീയുടെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വെക്കുമ്പോഴേക്കും മിസ്റ്റർ ലീ പറയാണ്, എനിക്കിപ്പോൾ മരിക്കാൻ സാധിക്കില്ല, എൻ്റെ മകൾ മരിച്ചിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ മരിക്കാൻ സാധിക്കുന്നതല്ല, എന്നെ വെറുതെ വിടണം എന്നൊക്കെ അദ്ദേഹം പറയാണ്. ഞാൻ ഇവിടുന്ന് ജീവനോടെ തന്നെ ഇറങ്ങും എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുകയാണ്. അതിനുശേഷം അവിടെ ഇരുന്ന അതും ഇതുമൊക്കെ എടുത്ത് വലിച്ചെറിയാണ് മറ്റുള്ളവരുടെ ദേഹത്തേക്ക്. അപ്പോഴേക്കും ബാക്കിയുള്ള പ്രിസണേഴ്സ് അദ്ദേഹത്തെ പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തല ടേബിളിൻ്റെ അടുത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. കങ് അവിടേക്ക് വന്നിട്ട് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന തിളച്ച വെള്ളം എടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. നല്ല രീതിയിൽ മുഖം നല്ലതായിട്ട് പൊള്ളിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഗാർഡ്സ് വന്നിട്ട് മിസ്റ്റർ ലീയെ അവിടെ നിന്ന് കൊണ്ടുപോകാണ്. അവർ കൊണ്ടുപോകുന്ന സമയത്ത് കങ് ഒരു ഗാർഡിനെ നോക്കിയിട്ട് എന്തോ പ്ലാൻ ചെയ്ത രീതിയിൽ നോക്കുകയാണ്. മിസ്റ്റർ ലീയെ പെട്ടെന്ന് തന്നെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതായിട്ടും കാണാം. അടുത്ത സീനിൽ കാണിക്കുന്നത് റാഹിയും ഹൻമുനെയാണ്. അവരൊരു സെലിബ്രേഷൻ മൂഡിലായിരുന്നു. റാഹിയുടെ ഡ്രാമ കമ്പനിയിലെ പുതിയ ഡ്രാമയിൽ ഹൻമുനെയായിരുന്നു നായിക. ആ ഒരു ഡ്രാമയുടെ ആദ്യത്തെ എപ്പിസോഡ് റിലീസായിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് അവരിപ്പോൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഒരു പുതുമുഖമായ ഹൻമുനെയെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതും അവരുടെ ഇരട്ടി സന്തോഷമായി മാറിയിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന ഇൻ്റർവ്യൂസിൻ്റെയും പിന്നെ ആഡിൻ്റെയും കാര്യമൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വളരെ സീരിയസ് ആയിട്ട് റാഹി ഹൻമുനെയോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഒരു കാര്യം നീ മനസ്സിൽ വെക്കണം, നിനക്ക് ഒരിക്കലും ഒരു കുട്ടി ഉണ്ടായിട്ടില്ല, ഒരു സന്ദർഭത്തിൽ പോലും അങ്ങനെ ഒരു കാര്യം നീ ഓർക്കുക പോലും ചെയ്യരുത് എന്ന് തറപ്പിച്ച് ഒരു വാർണിംഗ് പോലെ മോനിയോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. അവിടെ വെച്ച് മോനി ഒരു പാട്ടിൻ്റെ ആവശ്യത്തിനായിട്ട് വന്നിരിക്കുകയായിരുന്നു. റാഹിയും അവിടെ ഉണ്ട്. മോനി ആ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് റാഹി നോക്കുമ്പം മോനിക്ക് പകരം അവിടെ ദാമി നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. ദാമിയെ കണ്ടതും അവൾ വല്ലാണ്ട് സ്ട്രെസ്ഡ് ആവുകയാണ്, പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ്. അവൾ ആ ഒരു ടെൻഷനൊക്കെ മറന്നിട്ട് സ്വയം ആശ്വാസപ്പെടുത്താൻ നോക്കുകയാണ്. എല്ലാം മറക്കണം, അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്, ഇപ്പം നിനക്ക് പ്രധാനം മോനിയാണ്, അവളെ ഒരു വലിയ ആക്ട്രസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നിൻ്റെ ലക്ഷ്യം, നിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഒരു വലിയ ഭാഗം കൂടിയാവണം മോനി എന്നവൾ സ്വയം പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവന്ന മിസ്റ്റർ ലീ ആണ് കാണിക്കുന്നത്. ഒരു വലിയ അടി കഴിഞ്ഞതുകൊണ്ട് തന്നെ മറ്റുള്ള പ്രിസണേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകാതെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സെല്ലിലാണ് മിസ്റ്റർ ലീയെ ബാക്കിയുള്ള ഗാർഡ്സ് കൊണ്ടുവരുന്നത്. അപ്പം അവിടുത്തെ ഗാർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, ഇയാൾക്കിനി മിണ്ടാൻ പോലും സാധിക്കില്ല, ആ ചൂടുവെള്ളം കഴുത്തിൽ വീണുകൊണ്ട് തന്നെ വോക്കൽ കോഡ്സിന് നല്ല രീതിയിൽ തകരാറ് പറ്റിയിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്കാണ്. ആ ഒരു ബ്രിഡ്ജിൽ വെച്ച് ആക്സിഡൻറ്റ് പറ്റിയ മിസ്റ്റർ ബങ്ങിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാനേജറിനോട് എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് അദ്ദേഹം പറയുകയാണ്. ചെയർമാൻ്റെ ആ ഒരു മാനേജറിൻ്റെ ബുദ്ധിക്കനുസരിച്ച് നേരത്തെ തന്നെ മരണപ്പെട്ട വേറെ ആരുടെയോ ബോഡിയിൽ ചെയർമാൻ ബങ്ങിൻ്റെ പേരെഴുതി ചേർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നത് മിസ്റ്റർ ബങ് മരിച്ചുപോയി എന്ന് തന്നെയാണ്. സത്യത്തിൽ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല. മാനേജർ അദ്ദേഹത്തെ അവിടുത്തെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു ട്വിസ്റ്റിന് ശേഷം പിന്നീട് കാണിക്കുന്നത് മിസ്റ്റർ ലീയെ കാണാനായിട്ട് ആ ഒരു സെല്ലിനുള്ളിൽ കയറുന്ന കങ്ങിനെയാണ്. കങ്ങ് വളരെ റെസ്പെക്റ്റോടെ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. അതിനുള്ളിലുണ്ടായിരുന്നത് മിസ്റ്റർ ലീ അല്ല, പകരം മിസ്റ്റർ ബങ് ആണ്, ചെയർമാൻ ബങ് തന്നെയാണത്. മിസ്റ്റർ ലീക്ക് പകരം അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നത് ചെയർമാൻ ബങ്ങിനെ ആയിരുന്നു. കങ്ങ് ചെയർമാനോട് ലീയുടെ കാര്യം ചോദിക്കുകയാണ്. ചെയർമാൻ അന്നേരം പറയുകയാണ്, ലീ എൻ്റെ മാനേജറിൻ്റെ അടുത്തുണ്ട്, അവന് ഇനിയും ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, ഇതുവരെ ശരിക്കും ഫുള്ളി റിക്കവർ ആയിട്ടില്ല എന്ന് തന്നെ പറയുകയാണ്. മിസ്റ്റർ ബങ് അന്നേരം പറയുകയാണ്, എൻ്റെ കൊച്ചുമകളായ ദാമിക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ പോലും എനിക്ക് ഒരു അവകാശവും ഇല്ല, അങ്ങനെ പ്രതികാരം ചെയ്യാനുള്ള അവകാശമുള്ളത് മിസ്റ്റർ ലീക്ക് മാത്രമാണ്, അതുകൊണ്ട് അദ്ദേഹം ജീവനോടെ തന്നെ ഇരിക്കണം, എൻ്റെയും കൂടി പ്രതികാരം ചേർത്ത് അയാൾ പ്രതികാരം ചെയ്തോളൂ, ഞാൻ എൻ്റെ പക്കലുള്ള എല്ലാവിധ സ്വത്തും സമ്പത്തും പണവും എല്ലാം നിനക്ക് തരാം, മിസ്റ്റർ ലീക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നീ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഈ ഒരു സീനിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പോൾ നടന്ന സംഭവങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് 5 വർഷം പിന്നിട്ടു. വർഷം ഇപ്പോൾ 2023 ആയിരിക്കുകയാണ്. കൊറിയയിൽ ആ സമയം തിക്കി തക്ക എന്ന് പറഞ്ഞൊരു മെസ്സഞ്ചർ ആപ്പ് ഫേമസ് ആയിരുന്നു. അത് അത്രയും ഫേമസ് ആവാൻ കാരണം തന്നെ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരുവിധ ഡീറ്റെയിൽസോ ആ ഒരു മെസ്സേജസോ ആ ഒരു ആപ്പിൽ സ്റ്റോർ ആവില്ല എന്നൊരു പ്രത്യേകത കൊണ്ട് തന്നെയായിരുന്നു.
ആ ഒരു പ്രൈവസി പോളിസി കൊണ്ട് തന്നെയാണ് കൊറിയയിലുള്ള ആൾക്കാരെല്ലാം അത് വളരെയധികം ഇഷ്ടപ്പെടാനും ഉപയോഗിക്കാനും തുടങ്ങിയത്. അതിൻ്റെ ആ ഒരു ആപ്പിൻ്റെ അഡ്വർടൈസ്മെൻറ്റും ഹൻമോനിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ വലിയൊരു ആക്ട്രസ്സായി മാറാൻ അവൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കരിയറിൽ വളരെ സക്സസ്ഫുള്ളായ ഒരു സ്റ്റേജിൽ തന്നെയായിരുന്നു ഹൻമോനി ആ ഒരു സമയം നിന്നുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് തിക്കി തക്കയുടെ ഭാഗത്തു നിന്നും 33 ലക്കി വിന്നേഴ്സിന് ജെജു ഐലൻഡിലേക്ക് ഹൻമോനിയോടൊപ്പം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു ജെജു ഐലൻഡിലെ തന്നെ സീനാണ്. ആ ഒരു 33 ആൾക്കാരുടെ ഒപ്പം അവിടെ എൻജോയ് ചെയ്യാനായിട്ട് ഹൻമോനിയും എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു 33 ആൾക്കാരുടെ ഇടയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതും പരിചയമുള്ള ചില മുഖങ്ങളും അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെ മോനിയോട് ബാക്കിയുള്ള ആൾക്കാർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ഒരാൾ ചോദിക്കുകയാണ്, ഹൻമോനി ഈ ഒരു ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾ ആരാണെന്ന്. ആ ഒരു സമയം ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും റാഹിയുടെ പേര് വിളിച്ച് പറയുന്ന സമയത്ത് അന്നേരം ഹൻമോനി പറയാണ്, ശരിയാണ്, CEO റാഹിയെ ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത് എൻ്റെ അമ്മയെ തന്നെയാണ്. എൻ്റെ അമ്മ സാധാരണ എപ്പോഴും ബിസിയാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായി എപ്പോഴും US-ലായിരിക്കും. പക്ഷേ അത്രയും തിരക്കുകൾക്കിടയിലും എൻ്റെ അമ്മ എന്നെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോഴാണ് എനിക്ക് എല്ലാ ദിവസവും ചെറിയ സമാധാനമൊക്കെ കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞ് വളരെയധികം നന്മമരം കളിക്കുകയാണ് ഹൻമോനി ശരിക്കും അവിടെ തന്നെ നമുക്ക് ദോഹ്യുക്കിനെയും കാണാം. അവനും ശരിക്കും അപ്പോൾ ഒരു പാർട്ടി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരാൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അയാളുടെ ബോഡിയിൽ മിസ്റ്റർ ലീയുടെ ദേഹത്തുണ്ടായിരുന്ന പോലത്തെ തന്നെ ആ ഒരു സ്കാറിൻ്റെ ടാറ്റു നമുക്ക് കാണാം. പിന്നീട് കാണിക്കുന്നത് ആ ഒരു ജയിലിൽ കിടക്കുന്ന മിസ്റ്റർ ബങ്ങിനെയാണ്. ആ ഒരു 5 വർഷവും അദ്ദേഹം ആ ജയിലിൽ തന്നെ കിടക്കുമായിരുന്നു. ദാമിയോട് കാണിച്ച അനീതിയോട് അദ്ദേഹം സ്വയം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മാർഗം അങ്ങനെയായിരുന്നു. ആ ഒരു സമയം കങ് അവിടെ എത്തിയിട്ട് പറയാണ്, ഈ ഒരു ശിക്ഷ കഴിഞ്ഞു, ഇന്നിപ്പോൾ റിലീസാവുകയാണ് എന്ന് പറയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇന്ന് ദിവസം ഏതാണ് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ എന്ന് ചോദിക്കുകയാണ്. അതേസമയം മിസ്റ്റർ ബങ് പറയാണ്, എങ്ങനെ എനിക്ക് മറക്കാൻ സാധിക്കും, ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിച്ചിരുന്നത്. സത്യത്തിൽ മിസ്റ്റർ ലീക്ക് നിങ്ങളുടെ പ്ലാൻ അറിയാം എന്ന് മിസ്റ്റർ ബങ്ങിൻ്റെ അടുത്ത് കങ് പറയാണ്. എനിക്കറിയാം, അവനത് നന്നായിട്ട് തന്നെ ചെയ്യും. എൻ്റെ മനസ്സിലുള്ള ടെൻഷനും വേദനയും ദേഷ്യവും ഒക്കെ അവന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ സമയം ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ആ ഒരാളെ തന്നെ നമ്മൾ വീണ്ടും കാണിക്കുകയാണ്. ആ സമയം അയാൾക്കൊരു കോള് വരികയാണ്. ആ കോളിൽ അയാളുടെ പേര് മാത്യു ലീ എന്നാണ് അയാൾ പറയുന്നത്. ശരിക്കും ആ ഒരു കോള് ജയിലിൽ നിന്നിറങ്ങിയ കങ് ആയിരുന്നു വിളിച്ചിരുന്നത്. കങ് ആ സമയം ചെയർമാനോട് പറയുകയാണ്, എൻ്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞു, ഇന്ന് ഞാൻ റിലീസാവുകയാണ്. ആ സമയം മാത്യു ചെയർമാൻ്റെ കാര്യം കങ്ങിനോട് ചോദിക്കുകയാണ്. ചെയർമാൻ എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് നന്ദിയുള്ളവനായിരിക്കും. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. മിസ്റ്റർ ലീയുടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു അത്. ഹോസ്പിറ്റലിൽ നിന്ന് ജയിലിലേക്ക് പോകേണ്ട മിസ്റ്റർ ലീയുടെ അടുത്തേക്ക് കങ് വേഷം മാറി ഒരു ഗാർഡിനെ പോലെ അവിടേക്ക് എത്തുകയാണ്. അവിടുന്ന് മിസ്റ്റർ ലീയെ രക്ഷപ്പെടുത്താനായിട്ട് കങ് നോക്കുന്ന സമയത്ത് മിസ്റ്റർ ലീയെ പോലെ തന്നെ വേഷം ധരിച്ചിട്ട് ചെയർമാൻ ബങ് ആ ഒരു ജയിലിലേക്ക് ഗാർഡ്സിൻ്റെ കൂടെ പോകുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ്. ഇത് ശരിയല്ല, ചെയർമാൻ ബങ് ഇങ്ങനെ ചെയ്യരുത്, അയാളെ സ്വയം ശിക്ഷിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അത് തടയാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിലും കങ് തടയുകയാണ് അദ്ദേഹത്തെ. കങ് അദ്ദേഹത്തോട് പറയാണ്, ചെയർമാൻ കഴിഞ്ഞ 6 മാസം ഫിസിക്കൽ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിനക്ക് പകരം ആ ഒരു ജയിലിലേക്ക് എത്താനായിട്ട്. ചെയർമാൻ നിന്നോട് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ഒരിക്കലും തളരരുത്. നീ ഇനി പോരാടേണ്ടത് നിൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. നീ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് വലിയ ആൾക്കാരോടാണ്. അതുകൊണ്ട് തന്നെ അവരോട് ഒത്ത അല്ലെങ്കിൽ അവരെക്കാളും പവറും കണക്ഷൻസും നിനക്ക് ആവശ്യമുണ്ട്. കങ് അതിനുശേഷം $10 മില്യൺ ഒരു ചെക്ക് അദ്ദേഹത്തിന് കൊടുത്തിട്ട് 2 വർഷത്തിനുള്ളിൽ നീ ഇത് തിരിച്ചടയ്ക്കണം എന്ന് പറയാണ്. അതിനുശേഷം മിസ്റ്റർ ലീയുടെ പ്ലാസ്റ്റിക് സർജറി നടക്കുകയാണ്. മുഖം മുഴുവൻ പൊള്ളിയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് സർജറി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്ക് കാണാം മിസ്റ്റർ ലീക്ക് വെച്ച് കൊടുത്ത മുഖം എന്ന് പറയുന്നത് നമ്മൾ കണ്ട ആ മാത്യുവിൻ്റെ അതേ മുഖമായിരുന്നു. മാത്യു ഈ സമയം കങ്ങിൻ്റെ അടുത്ത് പറയാണ്, ചെയർമാനെ നീ നന്നായിട്ട് നോക്കണം, അദ്ദേഹത്തിന് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. എൻ്റെ കളി ആരംഭിക്കാനായിട്ട് ഞാൻ റെഡിയാണ്. ഒരു മോൺസ്റ്റർ ആവാനായിട്ട് ഞാൻ തികച്ചും തയ്യാറാണ്. ശേഷം ഹൻമോനിയാണ് കാണിക്കുന്നത്. തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഓരോന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൻമോനി തൻ്റെ പോസ്റ്റിൻ്റെ താഴെ ഒരു കമൻറ്റ് ശ്രദ്ധിക്കുകയാണ്. ഇന്നത്തെ ദിവസമാണ് ദാമി അഥവാ ബോബിൾ മരിച്ചത് എന്നൊക്കെ പറയാണ്. ആ ഒരു കമൻറ്റ് കണ്ട ഹൻമോനി പെട്ടെന്നൊന്നും ടെൻസ്ഡ് ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഡോക്ടർ ചായയാണ്. ആ ഒരു 33 പേരുടെ കൂടെ ആ ഒരു ഐലൻഡിലേക്ക് വന്ന ആൾക്കാരുടെ കൂടെ ഈ ഒരു ഡോക്ടർ ചായ കൂടി ഉണ്ടായിരുന്നു. ഡോക്ടർ ചാ ഈ സമയത്ത് റാഹിയോട് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഹൻമോനിയെ അഡ്വർടൈസ്മെൻറ്റിനും ഒക്കെ ഹയർ ചെയ്യാനായിട്ട് എനിക്കൊരാഗ്രഹമുണ്ട്.
റാഹി ഈ സമയം പറയാണ്, പറ്റില്ല, അത് നടക്കില്ല. മോനെ അങ്ങനെ മറ്റുള്ള പ്രൊഡക്ട്സിനൊന്നും അങ്ങനെ അഡ്വർടൈസ്മെൻറ്റിനായിട്ട് തരാൻ പറ്റില്ല. ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് ഡോക്ടർ ചാ പറയാണ്, ഇന്നത്തെ ദിവസം നീ ഓർക്കുന്നുണ്ടോ? നിൻ്റെ മകൾ മരിച്ച അതേ ദിവസം തന്നെയാണിന്ന്. മര്യാദയ്ക്ക് ഹൻമോനിയോട് എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കി തന്നോണം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. റാഹി അതിനുശേഷം ജിൻമോയെ കാണാനായിട്ടാണ് വരുന്നത്. അവരുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ജിൻമോയുടെ എൻ്റർടൈൻമെൻറ്റ് കമ്പനിയും റാഹിയുടെ പ്രൊഡക്ഷൻ കമ്പനിയും ഇപ്പം വളരെ ടോപ്പ് പൊസിഷനിൽ എത്തി നിൽക്കുകയാണ്. കൂടാതെ തന്നെ തിക്കിറ്റക്ക എന്ന ഒരു കമ്പനിയിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് ഒരാളെ ഇലക്ട് ചെയ്യുന്നുണ്ട് എന്നവർ കേട്ടിരുന്നു. അവരുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് അവർ രണ്ടുപേരിൽ ഒരാൾ തന്നെ അതിൽ സെലക്ട് ആവും എന്ന് തന്നെ അവർ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. റാഹി ഈ സമയം പറയാണ്, ആ ഒരു ചെയർമാൻ സ്ഥാനം ആർക്ക് കിട്ടിയാലും $1 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. കൂടാതെ തന്നെ ആ ഒരു കമ്പനിയുടെ കൺട്രോളും കിട്ടുന്നതാണ്. ജിൻമോ പറയാണ്, നമ്മൾ ഏത് വിധേനയും മാത്യുവിനെ കൺവിൻസ് ചെയ്യണം. നമ്മൾക്ക് ഈ ഒരു അവസരം തരാനായിട്ട് ഏത് വിധേനയും നമ്മൾ അയാളെ കൺവിൻസ് ചെയ്തേ പറ്റൂ. അവർക്കിടയിൽ ഒരു ഡീലുണ്ടായിരുന്നു. ആര് ചെയർമാൻ ആയാലും മറ്റേ സപ്പോർട്ട് ചെയ്യണം, മറ്റേ ഹെൽപ്പ് ചെയ്യണം എന്നൊരു ഡീല് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ജിൻമോ പറയാണ്, ആ ഒരു പണിക്കായിട്ട് ഞാൻ നല്ലൊരാളെ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്. അവന് നല്ലൊരു തുക ഞാൻ ഓഫറും ചെയ്തിട്ടുണ്ട്. അവൻ ഏതെങ്കിലും രീതിയിൽ മാത്യുവിനെ ഇവിടെ എത്തിക്കുന്ന കാര്യം അവൻ ഏറ്റോളും. ആ ഒരാൾ മറ്റാരും ആയിരുന്നില്ല, ദോഹുക്ക് തന്നെയായിരുന്നു. അവൻ ഇവിടേക്ക് വന്നിട്ട് അവരുടെ അടുത്ത് പറയാണ്, 1 മണിക്കൂർ മുമ്പേ മാത്യു ലീ ജിജു ഐലൻഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്തത് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഫോട്ടോസ് കണ്ടതിന് ശേഷം റാഹി ചോദിക്കുകയാണ്, ഇത് മാത്യു ലീ ആണെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഇതുവരെ അയാളുടെ ഫേസ് ആരും തന്നെ കണ്ടിട്ടില്ല. ഒരു സോഷ്യൽ മീഡിയയിൽ പോലും അയാളുടെ ഒരു പിക്ചറില്ല. ദോഹുക്ക് പറയാണ്, ഇത് മാത്യു തന്നെയാണ്. മാത്യുവിൻ്റെ ഡ്രൈവറുമായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ മാത്യുവിനെയാണ് കാണിക്കുന്നത്. ആ ഒരു റൂമിൽ ജിൻമോയുടെയും റാഹിയുടെയും ദോഹുക്കിൻ്റെയും സംഭാഷണം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മാത്യു. പിന്നീട് മോനി അടങ്ങുന്ന ഒരു ഇവൻറ്റ് ഇപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മിസ് ഗോയെ കാണാം. ആ ഒരു 33 ലക്കി വിന്നേഴ്സിൻ്റെ ഇടയിൽ മിസ് ഗോയ ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഹൻമോനിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. എനിക്ക് പണ്ടേ അറിയായിരുന്നു നീ ഒരു നല്ല സ്റ്റാർ ആകുമെന്ന്. നീ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു ആക്ട്രസ് ആകുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറിനെ കല്യാണം കഴിച്ചു. പക്ഷേ US-ലേക്ക് ഇതുവരെ ഞങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം എൻ്റെ മോൾക്ക് കൊറിയയിൽ തന്നെ നല്ലൊരു ആക്ട്രസ് ആവണമെന്നാണ് ആഗ്രഹം. എൻ്റെ മോൾക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. നിൻ്റെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡ്രാമയിൽ എൻ്റെ മോൾക്കൊരു ചാൻസ് കൊടുക്കില്ലേ? മോനെ ഇത് കേട്ടിട്ട് പറയാണ്, ഞാൻ ആർക്കും അങ്ങനെ സഹായങ്ങളൊന്നും ചെയ്തു കൊടുക്കാറില്ല. ഇത് കേട്ട് മിസ് ഗോ പറയാണ്, നീ മറന്നിട്ടിടാൻ സാധ്യതയില്ലല്ലോ. ഇന്നാണ് ദാമി മരിച്ച ദിവസം. നീ മുറിയിലോട്ട് ചെല്ലുക, നിനക്കൊരു ഗിഫ്റ്റ് ഞാൻ അയച്ചിട്ടുണ്ട്. മുറിയിലേക്ക് ചെല്ലുന്ന ഹൻമോനെ കാണുന്നത് ഒരു പെയിൻറ്റിംഗ് ആണ്. ആ ഒരു പെയിൻറ്റിങ്ങിലുണ്ടായിരുന്നത് മിസ് ഗോ വരച്ച ഒരു സീനായിരുന്നു. ആ ഒരു സീനെന്ന് പറയുന്നത് ഹൻമോനെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അവിടെ കിടക്കുന്നതാണ്. ആ ഒരു സീനിലുണ്ടായിരുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ഹൻമോനെയും കൂടാതെ അടുത്തിരിക്കുന്ന ബാങ്ദാമിയായിരുന്നു. അത് കണ്ട മോനിക്ക് മനസ്സിലാവാണ് കാര്യങ്ങളെല്ലാം മിസ് ഗോയ്ക്ക് അറിയാം. അവൾ ഏത് വിധേനയും കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്ന സത്യങ്ങൾ ഇപ്പോൾ അറിയാവുന്ന വേറൊരാളും കൂടി വന്നിരിക്കുകയാണ്. ആ ഒരു പെയിൻറ്റിങ് കണ്ട മോനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. അതിനുശേഷം ആ ഒരു റൂമിൽ അങ്ങിങ്ങായിട്ട് ദാമിയെ തന്നെ ഹൻമോനി ഹാലൂസിനേറ്റ് ചെയ്യുകയാണ്. വളരെയധികം പേടിച്ച അവൾ അവിടെ ചെന്നിട്ട് ഒരു ബോക്സിൽ കുറച്ച് മെഡിസിൻസ് എടുത്ത് ഓവർഡോസ് ആയിട്ട് കഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സെഡേഷനിൽ അവൾ മയങ്ങിപ്പോവാണ്.